ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് ആയിക്കൊണ്ടാണ് പൊതുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തുന്നത്. നമുക്കറിയാം, നിരവധി സൂപ്പർ താരങ്ങൾ പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട്. നിരവധി ആവേശകരമായ മത്സരങ്ങൾ അവിടെ സംഭവിക്കുന്നു. പ്രീമിയർ ലീഗിൽ എത്തുന്ന ഓരോ താരത്തിനും വലിയ ഹൈപ്പാണ് ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ വലിയ പ്രഷറും അവിടെ കളിക്കുന്ന താരങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ കഫു ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അത് ലാലിഗയിലേക്ക് പോകുന്നതാണ് എന്നാണ് ഇപ്പോൾ കഫു പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ലെജൻഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് ബ്രസീലിയൻ താരങ്ങൾ പ്രീമിയർ ലീഗിലേക്ക് പോകുന്നതിന് ഞാൻ ശരിക്കും ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അത് ബ്രസീലിന്റെ വേൾഡ് കപ്പ് സാധ്യതകളെ കുറക്കുകയാണ് ചെയ്യുന്നത്. പ്രീമിയർ ലീഗിൽ മാധ്യമങ്ങൾ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ആഴ്ചയിലും നിങ്ങളാണ് ലോകത്തെ ഏറ്റവും മികച്ചവർ എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് പോലും എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ ലാലിഗയിലേക്ക് പോകുന്നതാണ് നല്ലത്. അവിടുത്തെ മെന്റാലിറ്റി നല്ലതാണ്. ഫൈനലിൽ എത്തുക, കിരീടങ്ങൾ നേടുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ മെന്റാലിറ്റി, അവരുടെ ലക്ഷ്യം. അവിടുത്തെ മീഡിയ അനാവശ്യമായ ഹൈപ്പ് നൽകില്ല, വെറുതെ കള്ളങ്ങൾ പറയില്ല. അവർ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുക, മിത്തിനെ കുറിച്ച് സംസാരിക്കില്ല. ഇതാണ് കഫു പറഞ്ഞിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അനാവശ്യമായ ഹൈപ്പ് ലഭിക്കുന്നു. മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും മികച്ചവർ നിങ്ങളാണ് എന്നുള്ളത് നിരന്തരം അവർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയാവില്ല. പ്രീമിയർ ലീഗിലെ മെന്റാലിറ്റി മോശമാണ്. അതിനേക്കാൾ മികച്ച ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ളത് ലാലിഗയിലെ ക്ലബ്ബുകൾക്കാണ് എന്നൊക്കെയാണ് കഫു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ താരങ്ങൾ ലാലിഗയെ തിരഞ്ഞെടുക്കണം. പ്രീമിയർ ലീഗിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ലാലിഗയെ തിരഞ്ഞെടുക്കുന്നതാണ്. അതാണ് ബ്രസീലിയൻ ദേശീയ ടീമിനും ഉപകാരപ്പെടുക എന്നൊക്കെയാണ് ഈ ഒരു ഇതിഹാസം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.